Okay. Class ഒക്കെ സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മോഡ്യൂൾസ് കംപ്ലീറ്റ് ആയി, എക്സാമും കഴിഞ്ഞു. ദെൻ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും? കുഴപ്പമുണ്ടായിരുന്നില്ല. കുഴപ്പമില്ല. ഓക്കെ. എങ്കിലും നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ? വേറെ പുറത്തുനിന്നുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ലല്ലോ. നമ്മൾ പഠിച്ച PDF-ലുള്ള കാര്യങ്ങളൊക്കെ തന്നെയല്ലേ വന്നത്? ആണോ? ഇനി സ്കോർ വരുമ്പോ അറിയാല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു. ഓക്കെ. നല്ല മാർക്കൊക്കെ പ്രതീക്ഷിക്കാം എല്ലാവർക്കും. ഒരു രണ്ടാഴ്ചക്കുള്ളിലൊക്കെ സ്കോർ എന്തായാലും റിലീസ് ചെയ്യും. ഓക്കെ, ചെയ്യോട്ടെ മാർക്കൊക്കെ. വെയിറ്റ് ചെയ്തിരിക്കാം. Then അപ്പോ ഇനി നമ്മള് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മോഡ്യൂൾസ് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. Then തേർഡ് ആൻഡ് ഫോർത്ത് മോഡ്യൂളാണ് നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തേർഡ് മോഡ്യൂളിലെ ചാപ്റ്റേഴ്സ് ആണ് എടുക്കാൻ പോകുന്നത് ഫസ്റ്റ്ലി. Then തേർഡ് മോഡ്യൂളില നിങ്ങൾക്ക് PDF കിട്ടിയായിരുന്നോ? പ്രിന്റ് എടുത്തിട്ടുണ്ടാവില്ല അല്ലേ? ആണോ? ഇന്ന് മോർണിംഗ് ആണ് നിങ്ങൾക്ക് അയച്ചെന്ന് അറിയാം. പ്രിന്റ് ഉണ്ടാവില്ല എന്നറിയാൻ കുഴപ്പമില്ല. ഇന്നൊരു ദിവസം അഡ്ജസ്റ്റ് ചെയ്ത് ക്ലാസ് ഒക്കെ ഒന്ന് കേൾക്കുക. ദെൻ പ്രിന്റ് ഔട്ട് ഇന്നോ അല്ലെങ്കിൽ അടുത്ത ദിവസമായിട്ട് കിട്ടില്ലേ പ്രിന്റ് ഔട്ട് ഒക്കെ? കൊടുത്ത് എല്ലാവരും കോപ്പി എടുക്കാനോ മറ്റെന്തെങ്കിലും ആയിട്ട്? ഓക്കെ. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം ജസ്റ്റ് ഒന്ന് ക്ലാസ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കേൾക്കുക. ക്ലാസ് തൊട്ട് എടുക്കാതിരിക്കാൻ പറ്റിയ. ദെൻ തേർഡ് മോഡ്യൂളില ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ. ഓക്കെ. അപ്പോ പബ്ലിക് നമ്മൾക്ക് അറിയാം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മോഡ്യൂൾസിൽ നമ്മൾ ഹോസ്പിറ്റലിനുള്ളിലെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചൊക്കെ പഠിച്ചു. ഈ നിങ്ങൾക്ക് തന്നെ അറിയാം ലേബർ റൂം എന്താണ്, അല്ലെങ്കിൽ വെന്റിലേറ്റർ, ICU, വാർഡ്, മോർച്ചറി അങ്ങനെ തുടങ്ങിയ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലെ? Then തേർഡ് ആൻഡ് ഫോർത്തില് നമ്മൾ വരുമ്പോ കുറച്ച് ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കുകൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഫസ്റ്റ് മോഡ്യൂൾസിനെ അപേക്ഷിച്ചിട്ട് എല്ലാ ചാപ്റ്റേഴ്സുകളും അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെയാണ്. ബുദ്ധിമുട്ടെന്നല്ല പറഞ്ഞത്, കാരണം ബേസിക് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ? ബേസിക് ഒരു ഹോസ്പിറ്റലിനുള്ളിലെ ഡിപ്പാർട്ട്മെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മോഡ്യൂളില്. ദെൻ ഇനി നമ്മൾക്ക് അതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഫോളോ ചെയ്ത് പോകാൻ പറ്റും, കാരണം ബേസിക് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പോകാം. പിന്നെ മറ്റൊരുപോലെ കുറച്ച് വിശാലമായിട്ട് എന്താ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചാപ്റ്റർ അല്ല, എങ്കിലും പരമാവധി എളുപ്പമാകാൻ വേണ്ടിയിട്ടുള്ള എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ. നോക്കാം പബ്ലിക് റിലേഷൻ. ഫസ്റ്റ്ലി ചോദിക്കട്ടെ, എന്താണ് പബ്ലിക്കും ഹോസ്പിറ്റലും തമ്മിലുള്ള റിലേഷൻ? എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടോ അവിടെ പബ്ലിക്കും ഹോസ്പിറ്റലും തമ്മിലാണ്? ഉണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പബ്ലിക്കും ഹോസ്പിറ്റലും തമ്മിൽ എന്തെങ്കിലും റിലേഷൻസ് ഉണ്ടോ? ഉണ്ട്. ഓക്കെ. സ്വപ്ന, എന്താണ് റിലേഷൻ ഉള്ളത്? ആരെങ്കിലും ഒരാൾ പറഞ്ഞോളൂ കേട്ടോ. ഞാൻ ഫസ്റ്റ് കമന്റ് ചെയ്തപ്പോ പറഞ്ഞോളേ. ആർക്കും പറയാനില്ല. എന്താണ് റിലേഷൻ? നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂ. തെറ്റണെങ്കിൽ തെറ്റിക്കോട്ടെ. ഞാനൊരു ക്വസ്റ്റ്യൻ അല്ലാതെ ചോദിച്ചത്. നിങ്ങളുടെ ഒരു അഭിപ്രായം. ആർക്കില്ല ഒന്നും പറയാൻ? ഞാൻ പറയാം. സ്വപ്ന പറഞ്ഞോളൂ. പബ്ലിക് എന്ന് പറഞ്ഞാൽ ജനങ്ങളാണല്ലോ. അതെ. ജനങ്ങൾക്ക് സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഹോസ്പിറ്റല്? അതെ. അപ്പം പബ്ലിക്കും ഹോസ്പിറ്റലും തമ്മിൽ റിലേഷൻ ഉണ്ടല്ലോ. ഓക്കെ അല്ലെ? അപ്പൊ അതാണ് മെയിൻ ആയിട്ട് പറയുന്നത്. പബ്ലിക് എന്ന് പറഞ്ഞ ജനങ്ങളാണ്. നമ്മൾ ഈ പറയുന്ന കസ്റ്റമർ എന്ന് പറയുന്നത്, ഈ പേഷ്യന്റ് എന്ന് പറയുന്നത് ഈ പബ്ലിക് തന്നെയല്ലേ? അവരുണ്ടെങ്കിലല്ലേ ഹോസ്പിറ്റലിൽ നിലനിൽക്കുള്ളൂ. അല്ലാതെ ഒരു ഹോസ്പിറ്റലിൽ പണിത് ഡോക്ടറും നഴ്സുമാരും മാത്രമാണെങ്കിൽ അത് മുന്നോട്ട് പോകുമോ? ഒരിക്കലും ഇല്ല. അതിന് പബ്ലിക് ആണ് കൂടുതലും അതിന്റെ ഒരു സപ്പോർട്ടീവ് ആയിട്ട് വരുന്നത്. അപ്പോ നമ്മളിവിടെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് പബ്ലിക് റിലേഷൻ, ഹോസ്പിറ്റലും പബ്ലിക്കുമായിട്ടുള്ള റിലേഷൻസും എങ്ങനെയൊക്കെയാണ് ഈ പബ്ലിക് റിലേഷൻസിനെ കൂട്ടാൻ സാധിക്കുന്നത്, അതിനുള്ള മെത്തേഡുകളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. കുറച്ച് കോമൺ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. Public relation in hospital. Who was Edward Bernays? ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എഡ്വേർഡ് ബെർണൈസ്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ഒരു വ്യക്തിയെ കുറിച്ച്? എഡ്വേർഡ് ബെർണൈസ് ആർക്കെങ്കിലും എവിടെയെങ്കിലും കേട്ട് പരിചയമുണ്ടോ? ഇല്ല. ഓക്കെ. സിഗ്മണ്ട് ഫ്രോയിഡ്.
അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? സിഗ്മണ്ട് ഫ്രോയിഡ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഓക്കെ, റോസ്മേരി ബിഎഡോ TTC ഒക്കെ പഠിച്ച സ്റ്റുഡന്റ് ആണോ? അല്ലെങ്കിൽ സൈക്കോളജി എന്തെങ്കിലും പഠിച്ച വ്യക്തികളാണോ? ഓക്കെ, ഫാദർ ഓഫ് സൈക്കോളജി ആണ് അല്ലെ? സൈക്കോളജിയുടെ പിതാവാണ് അദ്ദേഹം. സൈക്കോളജിയിൽ തന്നെ അദ്ദേഹത്തിന്റെ ഒത്തിരി പഠനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത് ഈ എഡ്വേർഡ് ബെർണൈസിന്റെ ഒരു കസിനായിട്ട് വരും. ഓക്കെ, അപ്പൊ നമുക്ക് എഡ്വേർഡ് ബെർണൈസ് ആരാണെന്ന് നോക്കാം. സോഷ്യോളജി. ഓക്കെ, ദെൻ നോക്കാം. 1891 1995 1891 അദ്ദേഹം ജനിച്ചത്. എഡ്വേർഡ് ബെർണൈസിനെ കുറിച്ചാണ് കേട്ടോ. ദെൻ 1995 അദ്ദേഹം മരണപ്പെട്ടു. ദെൻ 104 വയസ്സായിരുന്നു. ദെൻ അങ്കിൾ സിഗ്മണ്ട് ഫ്രോയിഡ്, അദ്ദേഹത്തിന്റെ അങ്കിൾ ആണ് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു റിലേഷൻ അവർ തമ്മിൽ ഉണ്ടായിരിക്കാം. ദെൻ എഡ്വേർഡ് ബെർണൈസിനെ കുറിച്ച് പറയുമ്പോ ദ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ, ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എഡ്വേർഡ് ബെർണൈസ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറിയൊരു സ്റ്റോറി അല്ല, അദ്ദേഹത്തിന്റെ ഒരു ജീവിതം പറയുകയാണെങ്കിൽ ഒന്ന് ഷോർട്ടാക്കി പറയാം, പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് പറയാമെന്നുള്ളൂ. ദെൻ അദ്ദേഹത്തിന്റെ ഒരു ഫാമിലി എന്ന് പറയുന്നത് അച്ഛനമ്മ, അദ്ദേഹം വേണമെങ്കിൽ ഒരു ചെറിയൊരു കൊച്ചു കുടുംബമായിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടത്തില് കൃഷിയും കൂടുതൽ കാര്യങ്ങളുമായിരുന്നു അന്നത്തെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിന്റെ അച്ഛനും ഇതുപോലെ ഈ ധാന്യങ്ങള്, മീൻസ് ധാന്യങ്ങൾ അറിയാലോ, ചോളം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ധാന്യങ്ങളുടെ ബിസിനസ് ആയിരുന്നു. ധാന്യങ്ങള് കൃഷി ചെയ്തിട്ട് അത് മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കുന്ന അതായിരുന്നു അവരുടെ ബിസിനസ്, അദ്ദേഹത്തിന്റെ അച്ഛന്റെ ബിസിനസ് എന്ന് പറയുന്നത്. സോ ഇദ്ദേഹം എന്താണ്, അച്ഛന്റെ ഒപ്പം ഈ ബിസിനസ്സിലെ കുറെ നാള് അച്ഛന്റെ ഒപ്പം ബിസിനസ്സിൽ കൂടി, ബിസിനസിന്റെ ഒപ്പം നിന്നു. സോ ഇദ്ദേഹം കടയിൽ വരുന്ന കസ്റ്റമേഴ്സിന് അച്ഛൻ ഇങ്ങനെ സാധനങ്ങൾ കൊടുക്കുന്നു, പൈസ വാങ്ങിക്കുന്നു. അപ്പോ അങ്ങനെയുള്ളൊരു അത് കണ്ട് അദ്ദേഹം മനസ്സിലാക്കി. ദെൻ അദ്ദേഹത്തിന് ഇങ്ങനെ കുറച്ചും കൂടി പബ്ലിക് റിലേഷൻസിനെ കുറിച്ച് പഠിക്കണം എന്നൊരു ആഗ്രഹം തോന്നി. ബിസിനസ് ഉയർത്താനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലെ, തന്നെ കൊണ്ട് കഴിയാൻ പറ്റുന്നത് അച്ഛന്റെ ഒരു ബിസിനസ്സില് നമുക്ക് എന്തൊക്കെ കാര്യങ്ങള്, പബ്ലിക്കിന്റെ റിലേഷൻ, ആളുകളുടെ ശ്രദ്ധ പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നതിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ദെൻ ഈ ആഗ്രഹത്തിന് പുറമെയാണ് അദ്ദേഹം PR കോഴ്സ് ചെയ്തത്. പബ്ലിക് റിലേഷൻ എന്ന് പറയുന്ന കോഴ്സ് തന്നെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തു. ആ സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് ബാച്ചിൽ തന്നെ അദ്ദേഹം ഈ ഒരു കോഴ്സിന് പോയിട്ട് ജോയിൻ ചെയ്തു. ഈ പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സ് ബിസിനസ് പരമായിട്ടുള്ളത്, ഇന്നത്തെ തരത്തിലുള്ള MBA മാർക്കറ്റിംഗ് അങ്ങനെയൊക്കെയുള്ള ഒരു അതുപോലത്തെ ഒരു കോഴ്സ് ആയിരുന്നു PR കോഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ, ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലാണ്. സോ അവര് ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അദ്ദേഹം പിന്നെ അച്ഛൻ്റെ ഒപ്പം നിന്നിട്ട് കുറച്ചും കൂടി പബ്ലിക് റിലേഷനെ കുറിച്ച് കൂടുതൽ തനിക്ക് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്താല് എന്ത് ചെയ്തു, ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ ഈ ഒരു PR കോഴ്സിന് ജോയിൻ ചെയ്തു. ദെൻ അദ്ദേഹം അവിടെ ജോയിൻ ചെയ്തു. ദെൻ പഠിച്ചു, നല്ല ഉയർന്ന റാങ്കൊക്കെ അദ്ദേഹത്തിന് നേടുകയുണ്ടായി ഈ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ തന്നെ. അതിനുശേഷം അദ്ദേഹം പബ്ലിക് റിലേഷനെ കുറിച്ച് സ്വന്തമായിട്ട് ഒരു ബുക്ക് തയ്യാറാക്കുകയുണ്ടായി. ബുക്കിന്റെ പേരാണ് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ്, അദ്ദേഹം തന്നെ സ്വയം എഴുതിയ ഒരു ബുക്കായിരുന്നു. പബ്ലിക് റിലേഷനെ കുറിച്ചാണ് അതില് ഫുള്ളി പറയുന്നത്. ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ എന്നാണ് ബുക്കിന്റെ പേര്. ഓക്കെ, അതാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ചെറിയൊരു സ്റ്റോറി ഇല്ല, ചെറിയൊരു മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് വരാം, നോക്കാം. എഡ്വേർഡ് ബെർണൈസ്, the father of public relation, coined public relation council. പബ്ലിക് റിലേഷൻ എന്നാണ് അദ്ദേഹം, ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ദെൻ കോയിൻ ചെയ്തത്
ഓക്കെ, നെറ്റിന്റെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ അതുകൊണ്ടാണ് കുറച്ച് ക്ലാസ് ബ്രേക്ക് ആയി പോയത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ വേർഡ് മെമ്മറൈസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നോക്കാം. ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ, കോയിൻഡ് പബ്ലിക് റിലേഷൻ കൗൺസിൽ, wrote first PR book. സ്ക്രീൻ കാണുന്നില്ല. ഓക്കെ, ആർക്കും കാണുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ, റെഡി ആക്കാം കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ, നോക്കാം. ഫസ്റ്റ് ഫസ്റ്റ് PR book crystallizing public opinion. ഫസ്റ്റ് PR കോഴ്സ് ഓഫ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് PR കോഴ്സ് ചെയ്തു. ഫസ്റ്റ് ടു കോൾ ഹിംസെൽഫ് PR പ്രൊഫഷണൽ. അദ്ദേഹം സ്വയം അദ്ദേഹത്തെ PR പ്രൊഫഷണൽ എന്ന് വിശേഷിപ്പിച്ചു. ഇത്രയുമാണ് വേർഡ് മെമ്മറൈസിനെ കുറിച്ചുള്ളത്. നെക്സ്റ്റ് നോക്കാം, ഡെഫിനിഷൻ. എന്താണ് പബ്ലിക് റിലേഷൻ എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഡെഫിനിഷൻ ആണ് എഴുതിയത്. ജോൺ വില്ലറ്റ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ ഡെഫിനിഷൻ എഴുതിയത്. നോക്കാം. പബ്ലിക് റിലേഷൻസ് മീൻസ് knowing what the public hopes for and explaining how administration is satisfying these desires. എന്താ പറയുന്നത്? പബ്ലിക് റിലേഷൻ എന്നാൽ പൊതുജനങ്ങള് ഹോപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? പ്രതീക്ഷിക്കുന്നത് അല്ലെ? പൊതുജനങ്ങള് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും അത് അറിയുകയും അത് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് അറിയുകയും അതുപോലെ തന്നെ അത് എങ്ങനെയാണ് ഭരണകൂടം അവരുടെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതെന്നും വിശദീകരിക്കുന്നതിനെയാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഡെഫിനേഷൻ ആണ്. അതായത് പൊതുജനങ്ങള് എന്താണ് അവർ ആഗ്രഹിക്കുന്നതെന്ന് അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നതെന്ന് അറിയുകയും അതുപോലെ തന്നെ എന്താണ് അപ്പോ പബ്ലിക് റിലേഷൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അറിയുകയും അത് എങ്ങനെയാണ് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. പൊതുജനങ്ങള് ഭരണകൂടം എങ്ങനെയാണ് ആഗ്രഹങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് വിശദീകരിക്കുന്നതിനെയാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പൊതുജനങ്ങള് എന്താണ് ആഗ്രഹിക്കുന്നത് അത് അറിയുകയും ചെയ്യണം. ഭരണകൂടം എങ്ങനെയാണ് അത് അവർക്ക് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ളതാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ഡെഫിനേഷൻ നോക്കാം. വീണ്ടും പബ്ലിക് റിലേഷനെ കുറിച്ച് പറയുന്ന ഒരു ഡെഫിനേഷൻ ആണ്. അത് ആരാണ് പറഞ്ഞിരിക്കുന്നതെന്നൊന്നും മെൻഷൻ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു നോക്കാം. പബ്ലിക് റിലേഷൻ ഈസ് ആൻ ഓർഗനൈസ്ഡ് പ്രോസസ് to influence public opinion through sound character and genuine performance on the basis of mutually satisfactory two-way communication. Public relation is an organized process. ഒരു സംഘടനാപരമായിട്ടുള്ള ഒരു പ്രോസസ് ആണ്. Influence public opinion through sound character and genuine performance on the basis of mutually satisfactory two-way communication. പരസ്പരം തൃപ്തികരമായിട്ടുള്ള ഒരു two-way communication ആണ്. ഈ ഒരു two-way communication എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ മറ്റൊരു വ്യക്തിയോട് സംസാരിക്കുന്നത് അല്ലെ?
പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പോ പരസ്പരം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ടു വേ കമ്മ്യൂണിക്കേഷന്റെ അടിസ്ഥാനത്തില് നല്ലൊരു ക്യാരക്ടറിലൂടെയും നല്ലൊരു സ്വഭാവത്തിലൂടെയും അതുപോലെ തന്നെ എന്താ യഥാർത്ഥമായിട്ടുള്ള ഒരു പ്രകടനത്തിലൂടെയും മീൻസ് പ്രവർത്തികളിലൂടെയും പൊതുജനത്തിന്റെ അഭിപ്രായത്തെ സ്വാധീനിക്കുന്ന ഒരു സംഘടിതമായിട്ടുള്ള പ്രക്രിയയാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് പറയുമെങ്കിൽ പൊതുജനത്തിന് സ്വാധീനിക്കുന്നത്, പൊതുജനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ടുള്ള തരത്തിലുള്ള ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് ഡെഫിനിഷൻ ആണ്. രണ്ടിലും പറയുന്നത് എന്താണ് മെയിൻ ആയിട്ട്? പബ്ലിക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അവരുടെ ആഗ്രഹങ്ങളെ മനസ്സിലാക്കിയിട്ട് അത് അവർക്ക് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. എഡ്വേർഡ് ബെർണൈസും ഒന്ന് വായിക്കുക. ദെൻ പബ്ലിക് റിലേഷന്റെ രണ്ട് ഡെഫിനിഷൻ ആണ് പറഞ്ഞത്, അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. അതെ, പബ്ലിക് നമ്മൾ ഹോസ്പിറ്റലിലാണല്ലോ പഠിക്കുന്നത്. സോ ഹോസ്പിറ്റല് പബ്ലിക്കിന് എങ്ങനെയാണ്? പബ്ലിക് എന്ന് വെച്ചാൽ ആരാണ് ഹോസ്പിറ്റലിലെ? പേഷ്യന്റ് അല്ലേ നമ്മളെ സംബന്ധിച്ച്. സോ നമ്മള് ഈ പേഷ്യൻസിന് പബ്ലിക്സിന് എന്തൊക്കെയാണ് അവരുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്നതാണ് ഈ ചാപ്റ്ററിൽ മുഴുവനായിട്ടും പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. എഡ്വേർഡ് ബെർണൈസിനെ കുറിച്ച് ചെറിയൊരു നോട്ട്, ഷോർട്ട് നോട്ട് പോലെ നമുക്ക് നോട്ട്ബുക്കിൽ എഴുതാം കേട്ടോ. കുറച്ച് ക്ലാസ്സിന് ശേഷം നോട്ട് ചെയ്യാം. ചെറിയൊരു കുഞ്ഞു നോട്ട് നമുക്കൊന്ന് എഴുതി വെക്കാം. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചെല്ലാവരും? ഓക്കെ, then next നോക്കാം. നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ. പബ്ലിക് റിലേഷന്റെ ആവശ്യകത എന്തൊക്കെയാണ്? നീഡ്സ് എന്ന് നോക്കാം. പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്, ഓരോ പോയിന്റ് വായിക്കാം. Need of public relation. First one, enlarge visibility for the hospital, employees, programs and services. Enlarge എന്ന് വെച്ചാൽ എന്താ മീനിങ്? enlarge ചെയ്യുക. എന്താ enlarge എന്ന് വെച്ചാല് ആ ടൈമിൽ തന്നെ ഉണ്ടല്ലോ. ജസ്റ്റ് അടിച്ച് നോക്കൂ, എന്താ enlarge? ഒരു ഐഡിയ ഇല്ല. വികസിപ്പിക്കുക, വിപുലീകരണം, വലുതാക്കുക. ഓക്കെ, സെയിം, എല്ലാം സെയിം, ഒറ്റ മീനിങ് തന്നെ അല്ലെ? enlarge ചെയ്യുക. ഹോസ്പിറ്റലിന്റെ വിസിബിലിറ്റി ഫോർ ദ ഹോസ്പിറ്റൽ മീൻസ് ഹോസ്പിറ്റലിന്റെ എല്ലാ തരത്തിലുള്ള വികസനങ്ങൾ അല്ലെങ്കിൽ വികസിപ്പിക്കുക. എംപ്ലോയീസിനെ വർദ്ധിപ്പിക്കുക, അവിടുത്തെ പ്രോഗ്രാംസുകൾ കൂട്ടുക, അതുപോലെ സർവീസസ്, സേവനങ്ങൾ അല്ലെ, പുതിയ പുതിയ ഫെസിലിറ്റീസും കാര്യങ്ങളും വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ എംപ്ലോയി സ്റ്റാഫുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. സെക്കൻഡ് വൺ, പൊസിഷൻ ദ ഹോസ്പിറ്റൽ ആസ് ദ ഹെൽത്ത് കെയർ ലീഡർ ആൻഡ് അതോറിറ്റി വിത്തിൻ ദ കമ്മ്യൂണിറ്റി ഓർ റീജിയൻ. ഹോസ്പിറ്റലിനെ ഒരു ഹെൽത്ത് കെയർ ലീഡറായും കമ്മ്യൂണിറ്റി ആയും വേണം ഒരു പൊസിഷൻ നൽകേണ്ടത്.
നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരും താമസിക്കുന്ന ഒരു ഏരിയയില് നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാകും. ചെറിയ ഹോസ്പിറ്റലോ വലിയ ഹോസ്പിറ്റലോ ആയിക്കൊള്ളട്ടെ അല്ലെ. നമ്മുടെ ഏരിയയിലൊക്കെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവുമല്ലോ. തൊട്ടടുത്തില്ലെങ്കിലും ഏകദേശം ഒരു ഏരിയയിൽ ഉണ്ടാവില്ലേ ഹോസ്പിറ്റല്? ഉണ്ടോ? നമ്മളെപ്പോഴും ഒരു ചെറിയ എന്തെങ്കിലും ഒരു അസുഖം വന്നാലും നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് എങ്ങടാ? അവിടേക്കല്ലേ പോകുന്നത്? നമ്മളുടെ ലൊക്കാലിറ്റിയിലുള്ള ഹോസ്പിറ്റലിലേക്കല്ലേ നമ്മൾ പോകാറ്? ആണോ? ഇനി അതിൽ കൂടുതൽ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് വരികയാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ? മറ്റൊരു ഹോസ്പിറ്റലിൽ നമ്മൾ ആശ്രയിക്കാറുള്ളൂ അല്ലെ. നമ്മളുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിലും ഒരു ലൊക്കാലിറ്റിയിലും നമ്മള് നിയർ ബൈ ഹോസ്പിറ്റൽ, ശരി, നമ്മളുടെ അടുത്തൊരു ലൊക്കാലിറ്റിയിലെ ഹോസ്പിറ്റൽ ആയിരിക്കും നമ്മൾ എപ്പോഴും പോകുന്നത്. സോ ഇവിടെ പറയുന്നത് ഹോസ്പിറ്റലിലെ ഒരു ഹെൽത്ത് കെയർ ലീഡറായിട്ടും അല്ലെങ്കിൽ ആ ഒരു റീജിയനിന്റെ കമ്മ്യൂണിറ്റിയുടെ ലീഡറായിട്ടും ഒരു അതോറിറ്റി ആയിട്ടും വേണം ഹോസ്പിറ്റലിനെ കാണുവാൻ. ഹോസ്പിറ്റലിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അതാണ്, കമ്മ്യൂണിറ്റിയുടെ ഒരു ലീഡറായിട്ട്, ഹെൽത്ത് കെയർ ലീഡറായിട്ട് വേണം ഹോസ്പിറ്റലിനെ നമ്മൾ കാണുവാൻ. Then മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ഇൻക്രീസ് അവയർനെസ് ഓഫ് ഹോസ്പിറ്റൽസ് ടോട്ടൽ റേറ്റ് ഓഫ് പ്രോഗ്രാം ആൻഡ് സർവീസസ്. അതായത് ആ ഹോസ്പിറ്റലിനുള്ളിലെ സേവനങ്ങളെ കുറിച്ച് ഒരു അവബോധം വർദ്ധിപ്പിക്കാൻ. ഇന്ന സേവനങ്ങൾ ഹോസ്പിറ്റലുകൾ നൽകുന്നുണ്ട്. ഈ സേവനങ്ങളെ കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കുന്നത് ഏതൊക്കെ വിധത്തിൽ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും? അതായത് ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസുകള് അല്ലെങ്കിൽ അവിടുത്തെ സർവീസുകള്, പ്രോഗ്രാമുകള് എന്നിവയെ കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കാൻ, അവയർനെസ് വർദ്ധിപ്പിക്കാൻ. അവയർനെസ് വർദ്ധിപ്പിക്കാൻ എന്ന് വെച്ചാല് ഏതൊക്കെ തരത്തിൽ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും? ആലോചിച്ച് നോക്കി. ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് ഏതൊക്കെ തരത്തിൽ നമുക്ക് അതിന്റെ ഹോസ്പിറ്റലുകളിൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കാം അല്ലെ. അഡ്വർടൈസ്മെന്റുകൾ ഉണ്ട്. അതുപോലെ വേറെ എന്തെങ്കിലും നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ടുള്ള പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചില ഹോസ്പിറ്റലിലൊക്കെ ഇപ്പോൾ ഡെലിവറി കേസുകളൊക്കെ ആണെങ്കിൽ ഡെലിവറി പാക്കേജുകളായിട്ടൊക്കെ ഉണ്ട് അല്ലേ. ഇത്ര രൂപ ടോട്ടൽ ഈ പാക്കേജ് എന്ന് പറഞ്ഞത് ഇത്ര ഒരു എമൗണ്ട് ഒക്കെ വെക്കും. അത് നമ്മള് റേഡിയോയിലായാലും ടിവിയിലൊക്കെ ന്യൂസും അല്ലെ അഡ്വർടൈസ്മെന്റ് വഴി നമ്മൾ കാണാറുണ്ട് ഇല്ലേ. കേട്ടിട്ടുണ്ട് അങ്ങനെ പാക്കേജുകളൊക്കെ. ഓപ്പറേഷൻസ് പാക്കേജുകൾ ഉണ്ടാകും. പിന്നെ എന്തൊക്കെ ഉണ്ടാകും? അതുപോലെ തന്നെ എന്തെങ്കിലും ക്യാമ്പ് അല്ലെ. ഓക്കെ, ക്യാമ്പുകൾ ഉണ്ടാവും. ഇപ്പോ സൗജന്യ അലർജി ടെസ്റ്റുകളോ അല്ലെങ്കിൽ കണ്ണിന്റെ ടെസ്റ്റോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ടെസ്റ്റുകളെ കുറിച്ചുള്ളത് അല്ലെങ്കിൽ ഷുഗർ ടെസ്റ്റുകളോ അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ഇടയ്ക്ക് വെക്കാറുണ്ട് അല്ലെ. അപ്പൊ ഇതെല്ലാം എന്തുകൊണ്ടാണ് അങ്ങനെ വെക്കുന്നത്? അവരുടെ സർവീസസും പ്രോഗ്രാംസും പബ്ലിക്കിനെ അറിയിക്കുന്നതാണ് അല്ലെ. അപ്പോ ഇൻക്രീസ് ചെയ്യുന്നതാണ്, അവയർനെസ് കൊടുക്കുകയാണ്. ഹോസ്പിറ്റൽസിനെ കുറിച്ചുള്ള ടോട്ടൽ റേഞ്ച് ഓഫ് പ്രോഗ്രാംസും സർവീസും ഇൻക്രീസ് ചെയ്യുക. നാലാമത്തെ പോയിന്റ് നോക്കാം. എൻഹാൻസ് ഹോസ്പിറ്റൽ ഇമേജ്. ഹോസ്പിറ്റലിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക. പ്രതിച്ഛായ എന്ന് വെച്ചാൽ എന്താ? ഇതുപോലെ നമ്മൾ പറഞ്ഞ ഈ പ്രവർത്തനങ്ങളൊക്കെ കൂടുതൽ പ്രവർത്തനങ്ങളും കൂടുതൽ സ്റ്റാഫും കൂടുതൽ ഡോക്ടേഴ്സിനെ ഒക്കെ വെച്ചുകൊണ്ട് ഹോസ്പിറ്റലിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക അല്ലെ. ഹോസ്പിറ്റലിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുമ്പോ എന്താണ് എന്തായിരിക്കും സംഭവിക്കുക? ഹോസ്പിറ്റലിലേക്കുള്ള പബ്ലിക്കിന്റെ ജനങ്ങൾ കൂടും അല്ലെ. അത്യാവശ്യം നല്ല ഡോക്ടേഴ്സും നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കൂടുതലായിട്ടും ആ ഹോസ്പിറ്റൽ തന്നെയായിരിക്കും ചൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഹോസ്പിറ്റലിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക. നെക്സ്റ്റ് നോക്കാം. അസിസ്റ്റ് ഇൻ റിക്രൂട്ട്മെന്റ് ആൻഡ് റിട്ടൻഷൻ ഓഫ് എംപ്ലോയീസ്. കൂടുതൽ ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ഉള്ള സ്റ്റാഫുകളെ നിലനിർത്തുകയും ചെയ്യുക. ഇപ്പോ ഒരു കമ്പനിയില് മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ മറ്റേ ഏതെങ്കിലും നിങ്ങൾ ഏതെങ്കിലും വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, ഒരു ബാങ്കില് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് ഒരു 2 മാസം ആകുമ്പോഴേക്കും സ്റ്റാഫുകൾ പോലെയാണ്. പുതിയ സ്റ്റാഫുകളാണ് വരുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും സ്റ്റാഫുകൾ പോണെങ്കിൽ അർത്ഥം? ഇപ്പൊ ഒരു സ്റ്റാഫ് വന്ന് 1 വർഷം പോലും തികച്ചു നിൽക്കുന്നില്ല, ഒരു 6 മാസമോ ചിലപ്പോ 3 മാസം ആകുമ്പോഴേക്കും നിർത്തി പോകും അല്ലെ. നോട്ട് ഗുഡ്. ഓക്കെ, എന്തൊക്കെയായിരിക്കും റീസൺസ്? സാലറി പ്രോബ്ലം ഉണ്ടാകാം. സാലറി മാത്രമാണ് പ്രശ്നം. വേറെ എന്തൊക്കെ റീസൺസ് ഉണ്ടാവാം? സർവീസ്. ഓക്കെ, ടൈമിന്റെ പ്രോബ്ലം ഉണ്ടാവാം. പേഴ്സണൽ ആയിട്ട് വേറെ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാവാം. പക്ഷെ ഒരു കമ്പനിയെ അപേക്ഷിച്ച് ഡ്യൂട്ടി ടൈം ഉണ്ടാവാം. ഓക്കെ, ഒരു സ്ഥാപനത്തിനെ അപേക്ഷിച്ച് അവിടെ സ്റ്റാഫുകൾ നിലനിൽക്കുന്നില്ല എങ്കിൽ ആ കമ്പനിയുടെ പ്രോബ്ലം അല്ലേത്? ആണോ?
മാനേജ്മെന്റിന്റെയും കമ്പനിയുടെയും വർക്ക് ലോഡിന്റെയും എല്ലാ പ്രശ്നങ്ങളുമായിരിക്കും അത് ബാധിക്കുന്നത്. ആരെയാണ്? കമ്പനിയല്ലേ? ആ പുറത്തു പോകുന്ന വ്യക്തിയാണോ? ഇപ്പൊ പുറമേ നോക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ ഇതുപോലെ ഒരു നേഴ്സും അവിടെ വർക്ക് കൃത്യമായിട്ട് ഒരു വർഷം പോലും തികച്ചു നിൽക്കുന്നില്ല. ഒരു 2 മാസം കഴിയുമ്പോഴത്തേ അടുത്ത ആള് പോയി പുതിയൊരാള് വന്നു അല്ലെ? അങ്ങനെയെങ്കിൽ പുറമേ നോക്കുമ്പോ നമ്മൾക്കും എന്താണ് വിചാരിക്കുന്നത്? അവിടുത്തെ സർവീസ് ശരിയല്ല അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ വിചാരിക്കുക? ആണോ? സ്റ്റാഫുകള് നമ്മൾ ഇന്ന് ചെല്ലുമ്പോ കാണുന്ന സ്റ്റാഫ് ആയിരിക്കില്ല അടുത്ത തവണ ചെല്ലുമ്പോ കാണുന്നത്. എന്തുകൊണ്ടാണ്? അവിടുത്തെ സർവീസ് മോശമായത് കൊണ്ടല്ല അവർ നിലനിൽക്കാത്തത്. സോ അതും പബ്ലിക്കിന് അങ്ങനെ ഒരു ചിന്ത വന്നേക്കാം. സോ എന്ത് ചെയ്യാം? അസിസ്റ്റന്റ് റിക്രൂട്ട്മെന്റ് മീൻസ് സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുകയും ഉള്ള സ്റ്റാഫുകളെ അവർക്ക് നല്ല രീതിയിലുള്ള സേവനങ്ങളും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരെ നിലനിർത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിലനിർത്തിയില്ലെങ്കിൽ എന്താണ്? പബ്ലിക്കിന്റെ ഇടയിൽ അതും ഒരു ചർച്ചയാകും അല്ലെ? ഇവിടുത്തെ സേവനങ്ങൾ മോശമായത് കൊണ്ടായേക്കാം നഴ്സസ് പോകുന്നതെന്ന് ചിന്തിക്കാം അല്ലെ? സോ എന്ത് ചെയ്യാം? എംപ്ലോയീസിനെ നിലനിർത്തുകയും റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുക. പുതിയ സ്റ്റാഫുകളൊക്കെ എടുക്കുക, ഉള്ള സ്റ്റാഫുകളെ എന്ത് ചെയ്യുക? നിലനിർത്തുക. Then act as a foundation when unreal news about the hospital happiness. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഇപ്പൊ നമ്മൾ പറഞ്ഞു പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് ഒത്തിരി ഉണ്ടല്ലോ. ഇത്ര ഹോസ്പിറ്റലുകൾ ഉണ്ടായിരുന്നോ? ഇപ്പൊ നമുക്കറിയാം ഒരു ഏരിയയിൽ തന്നെ ചിലപ്പോൾ ഒരു 2 ഹോസ്പിറ്റലൊക്കെ വന്നേക്കാം. ഒരു സെക്ഷനിൽ ഇപ്പൊ നിങ്ങളുടെ നാട്ടിലായാലും ഇതുപോലെ ഒരു ഏരിയയിൽ തന്നെ ഒരു 2-3 ഹോസ്പിറ്റലുകളൊക്കെ അടുപ്പിച്ചൊക്കെ ഉണ്ടോ? കുറച്ചുകൂടി ടൗൺ ഏരിയയിലേക്ക് ആവുമ്പോ എനിക്ക് തോന്നുന്നു ഒരു 2-3 ഹോസ്പിറ്റലൊക്കെ ഉണ്ടാവും അല്ലെ? പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഇപ്പൊ ഒത്തിരി വന്നിട്ടുണ്ട് അല്ലെ? സോ പക്ഷെ ഈ ഇങ്ങനെ ഹോസ്പിറ്റലുകൾ തമ്മിൽ ചിലപ്പോ നല്ലൊരു ബന്ധമൊന്നും ആയിരിക്കണം എന്നില്ല. ബിസിനസ് ആണല്ലോ ഒരു വിധത്തിൽ നോക്കിയാണെങ്കിൽ പ്രൈവറ്റ് എന്ന് പറയുന്നത് അല്ലെ? അപ്പോ ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ഒരു ഹോസ്പിറ്റല് മറ്റു ഹോസ്പിറ്റലിനെ കുറിച്ച് ഇതെല്ലാം റിയൽ ന്യൂസ് ഒക്കെ ഉണ്ടാക്കാം. ഇതായിക്കൂടെ ഇല്ലേ? അതായത് ഒരു ഹോസ്പിറ്റലിൽ നല്ല രീതിക്ക് മൂവ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോ എന്തെങ്കിലും വ്യാജ വാർത്തകളോ മറ്റോ ഒക്കെ സൃഷ്ടിച്ചൂടെ? അങ്ങനെ ഇപ്പോഴത്തെ ഒരു സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. മീൻസ് വാശിക്കാണല്ലോ, ബിസിനസ് ആയിട്ട് തന്നെയാണ് അത് മൂവ് ചെയ്യുന്നത്. സോ ഒരു ഹോസ്പിറ്റൽ ചിലപ്പോ മറ്റൊരു ഹോസ്പിറ്റലിനെ കുറിച്ച് ചിലപ്പോ അവിടുത്തെ സേവനം മോശമാണ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് കുറവാണ് അങ്ങനെ എന്തെങ്കിലും അൺറിയൽ ന്യൂസ് വന്നേക്കാം. സോ act as a foundation when unreal news about the hospital happiness. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും വ്യാജ വാർത്തകളും മറ്റും വരുമ്പോൾ അതിനെതിരെ എന്ത് ചെയ്യാം? പ്രതികരിക്കണം. Act as a foundation, അതിനെതിരെ പ്രവർത്തിക്കുക. Then last one, improve employee morale. Employee morale എന്ന് വെച്ചാൽ എന്താ? മനോവീര്യം. സ്റ്റാഫുകൾക്ക് മനോവീര്യം വർദ്ധിപ്പിക്കുക. അവർക്ക് വർക്ക് ചെയ്യണമെങ്കിൽ അവർക്കൊരു മനോവീര്യം വേണ്ടേ? അല്ലെങ്കിൽ അവിടുത്തെ സേവനങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോയാലും നമുക്ക് അവിടെ നിന്ന് വർക്ക് ചെയ്യാൻ തോന്നുള്ളൂ. നമുക്ക് കംഫോർട്ട് അല്ലാത്ത ഒരു സ്ഥാപനത്തിൽ നമുക്ക് തുടരാനായിട്ട് കഴിയോ? സാധിക്കോ? ഏതൊരു സ്ഥാപനത്തിലായാലും ഹോസ്പിറ്റലിലായാലും എംപ്ലോയീസിനോട് കുറച്ചും കൂടി അവർക്കും കൂടി ആപ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക. അവർക്കൊരു മനോധൈര്യം കൊടുക്കുക. വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? പകർന്നു കൊടുക്കുക. ഓക്കെ, ഇത്രയുമാണ് നീഡ് ഓഫ് പബ്ലിക് റിലേഷൻസിൽ പറയുന്നത്. ഒന്നുകൂടി വായിക്കാം, ശ്രദ്ധിക്കാം. വേർഡ് സെന്റൻസുകൾ കുറച്ച് ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയേക്കാം. മീനിങ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എല്ലാത്തിലും പറയുന്നത് എന്താണ്? ഇവിടെ പബ്ലിക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ. നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ. സെന്റൻസ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയേക്കാം. കുഴപ്പമില്ല. ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ? കുറച്ച് എക്സാമ്പിൾ ഒക്കെ വെച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കേട്ടോ. പറയുന്നത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? സ്പീഡ് കൂടുതലാണോ? ഭയങ്കര സ്ലോവിൽ പോയാലും വലിയ വലിയ പോർഷൻസ് ആണ്. ഇച്ചിരി ബോറിംഗ് ആയിട്ട് തോന്നിയേക്കാം. അതുകൊണ്ട് നമ്മൾ ഓൾറെഡി ഉള്ള നോർമൽ സ്പീഡിൽ തന്നെയാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഇനി സ്പീഡ് കൂടിയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. സ്പീഡ് കൂടിയാലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോ നമ്മളെ ആ ഒരു ഫ്ലോയിൽ പറഞ്ഞു പോകുമ്പോ സ്പീഡ് കൂടി പോയേക്കാം. ഓക്കെ,
ഭയങ്കര സ്ലോയിൽ പോയാല് എനിക്കും ബോറായിട്ട് തോന്നുന്നു, നിങ്ങൾക്കും ബോറായിട്ട് തോന്നും കേട്ടോ. തേർഡ് പോയിന്റിൽ പറയുന്നത് ഇൻക്രീസ് അവയർനെസ് ഓഫ് ഹോസ്പിറ്റൽസ് ടോട്ടൽ റേഞ്ച് ഓഫ് പ്രോഗ്രാം ആൻഡ് സർവീസസ്. ഹോസ്പിറ്റലിന്റെ മൊത്തം എല്ലാ പരിപാടികളെയും സേവനങ്ങളെയും കുറിച്ചിട്ട് എന്താ ഒരു അവബോധം വർദ്ധിപ്പിക്കാൻ, ഇൻക്രീസിങ് അവയർനെസ് കൊടുക്കാൻ. അതുപോലെ തന്നെ പുതിയ പുതിയ പ്രോഗ്രാംസുകളും സർവീസുകളൊക്കെ ഉണ്ടെന്ന് അഡ്വർടൈസ്മെന്റ് വഴിയോ മറ്റു രീതികളിൽ ജനങ്ങളെ പബ്ലിക്കിനെ അറിയിക്കുക, ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളത് മീനിങ്. സെയിം എല്ലാത്തിലും പറയുന്നത് ഒരേ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അത് പല പല സെന്റൻസ് ആക്കി പറയുന്നതുള്ളേ. രണ്ടാമത് എന്താ പറഞ്ഞത്, ഹെൽത്ത് കെയർ ലീഡർ ആയിട്ട് വേണം ഒരു അതോറിറ്റിയുടെ. നമ്മൾ പറഞ്ഞത് നമ്മുടെ ലൊക്കാലിറ്റിയിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവും. നമ്മളപ്പോ നമുക്കൊരു അസുഖം വന്നാലും നമ്മൾ ഫസ്റ്റ്ലി പോകുന്നത് അവിടേക്കായിരിക്കുമല്ലോ. വേറെ ദൂരെയുള്ളതിനോട്ടല്ല പോകുന്നത്. നമ്മള് നോർമലി നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ഏരിയയിലല്ലേ പോകാറുള്ളൂ. സോ ഒരു കമ്മ്യൂണിറ്റിയുടെ നമ്മുടെ ഒരു പ്രദേശത്തിന്റെ ഹെൽത്ത് കെയർ ലീഡർ ആയിട്ടാണ് നമ്മൾ ആ ഹോസ്പിറ്റലിനെ കാണുന്നത്. സെന്റൻസ് 3 വളച്ചൊളിച്ച് തന്നേക്കണമെന്നുള്ളൂ കേട്ടോ. അതിന്റെ ഉള്ളിലെ ഫീലിംഗ് നിസ്സാരമാണ്, പക്ഷെ സെന്റൻസ് കുറച്ച് ഇത്തിരി നിങ്ങൾക്ക് വായിച്ചപ്പോ തോന്നിയോ? അങ്ങനെ തോന്നിയോ? ആർക്കും തോന്നിയില്ല? ആരും വായിച്ചില്ല? അപ്പോ വായിച്ചു നോക്കിക്കോളൂ. നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ വായിക്കാം. എന്നിട്ട് ചെറിയൊരു ജസ്റ്റ് കുഞ്ഞു നോട്ട് പോലെ ഒന്ന് എഴുതിയെടുക്കാനുണ്ട്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ വായിച്ചു കഴിഞ്ഞെങ്കിൽ പറയുക. ഓക്കെ, വായിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ നോട്ട്ബുക്ക് ഒന്ന് എടുത്തോളൂ. നോട്ട്ബുക്ക് എടുക്കുക. ദെൻ ചാപ്റ്ററിന്റെ പേര് ഒന്ന് ഹെഡിങ് കൊടുക്കുക, പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ. തേർഡ് മൊഡ്യൂൾ ഒന്നും കൂടി ഒന്ന് ഡിനോട്ട് ചെയ്ത് തന്നെ. തേർഡ് മൊഡ്യൂൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് എഴുതാം. Okay, chapter number 3 no, chapter 4 അല്ലേ third module, chapter 4. Okay, heading കൊടുക്കുക. എഡ്വേർഡ് ബെർണൈസിന് ഹെഡിങ് കൊടുക്കുക കേട്ടോ. എഡ്വേർഡ് ബെർണൈസ് കുറച്ച് ഡാർക്ക് ചെയ്ത് എടുത്തോളൂ. എഡ്വേർഡ് ബെർണൈസ്. ഇത് താഴെ താഴെ പോയിന്റ് ആയിട്ട് എഴുതിക്കോളൂ. ഫസ്റ്റ് പോയിന്റ് ഒരു ആരോ മാർക്കോ ചെറിയൊരു സ്റ്റാറോ എന്തെങ്കിലും എഴുതിക്കോളൂ കേട്ടോ. പോയിന്റ് ഇത് എഴുതാം. ഫസ്റ്റ് എഴുതാം, ബോൺ ഓൺ 1891. എഡ്വേർഡ് ബെർണൈസിന് ഹെഡിങ് കൊടുക്കുക. അദ്ദേഹത്തെ കുറിച്ചാണ് എഴുതാൻ പോകുന്നത്. എഡ്വേർഡ് ബെർണൈസ് വളരെ ഷോർട്ട് ആക്കാൻ എഴുതുന്നത്, ഒരുപാട് നോട്ട്സ് ഒന്നും വേണ്ട. ഓക്കെ, എഡ്വേർഡ് ബെർണൈസിന് എഴുതാം. അതിന് താഴെ ഫസ്റ്റ് പോയിന്റ് ഒരു ആരോ മാർക്കോ ഒരു സ്റ്റാർ എന്തെങ്കിലും ഇട്ടിട്ട് എഴുതാം. ബോൺ ഓൺ 1891. Born on 1891. Second one is the father of public relation.
Second point എഴുതാം. Father of public relation. Third point, first book എന്ന് എഴുതാം. First book എന്നിട്ടൊരു കുഞ്ഞ് ഹൈഫൻ ഇടാം. First book എന്നിട്ടിട്ട് കുഞ്ഞ് ഹൈഫൻ ഇടാം. എന്നിട്ട് ബുക്കിന്റെ പേര് എഴുതാം. Crystallizing Public Opinion. Spelling വേണോ? Crystallizing Public Opinion. Crystallizing public opinion. Then next point in എഴുതിക്കോളൂ. Studied at New York University. New York University. Studied at New York University. എഴുതി അത്രയും. ഓക്കെ, ഇനി ഇത്ര എഴുതിയത് ചെറിയൊരു ബോക്സിലാക്കി ഒന്ന് വരച്ചിട്ടേക്ക് കേട്ടോ. ബോക്സ് ചെയ്തിടാം. പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കാൻ പാകത്തിന് വേണ്ടി ഒന്ന് ബോക്സിലാക്കിയിട്ടുള്ളൂ. ഓക്കെ, then next public relation ഒരു ഹെഡിങ് കൊടുക്കാം. പബ്ലിക് റിലേഷൻ. പബ്ലിക് റിലേഷൻ ഇൻ ഹോസ്പിറ്റലിന് കൊടുത്തോളൂ കേട്ടോ. എന്താണ് ഹോസ്പിറ്റലിനുള്ളിൽ ഈ പബ്ലിക് റിലേഷൻ എന്നുള്ളത് ചെറിയൊരു നോട്ട് തരാം. ജസ്റ്റ് അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കോളും. ഓക്കെ, പബ്ലിക് റിലേഷൻ ഇൻ ഹോസ്പിറ്റൽ ഹെഡിങ് കൊടുക്കുക. ഓക്കെ, പറഞ്ഞോട്ടെ, എഴുതിക്കോളൂ. The public relation is the public relation is responsible for implementation the public relation is responsible for implementation of hospital marketing programs comma hospital marketing programs, comma, advertising, comma, communication, advertising, comma, communication, comma, patient satisfaction monitoring, Complete ചെയ്തോ? ഓക്കെ, റിപ്പീറ്റ് ചെയ്യണോ? എല്ലാവരും കംപ്ലീറ്റ് ചെയ്തോ? റിപ്പീറ്റ് ചെയ്യാം. ഒരു പ്രാവശ്യം കൂടി വായിക്കാം. കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം. The public relation is responsible for implementation of hospital marketing programs, advertising, communication, patient satisfaction monitoring. Okay,
എഴുതിയതൊന്ന് വായിച്ചു നോക്കിയേ. നമ്മൾ ലാസ്റ്റ് വരെ ജസ്റ്റ് നമ്മൾ എഴുതിയ അത്രയും ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. എഴുതിയതൊന്ന് വായിച്ചു നോക്കാം. പബ്ലിക് റിലേഷൻ വായിച്ചപ്പോ ഒരു ഐഡിയ ഒക്കെ കിട്ടിയോ? എന്താണ് പബ്ലിക് റിലേഷൻ ഇൻ ഹോസ്പിറ്റൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ? നമ്മൾ എഴുതിയില്ലായിരുന്നു കുഞ്ഞു നോട്ട് പബ്ലിക് റിലേഷൻ എന്താണെന്ന്. അത് വായിച്ചപ്പോ കുറച്ചുകൂടി ക്ലിയർ ആയോ? ഓക്കെ, ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പൊ നമ്മള് എന്താണെന്ന് നോക്കി, ഡെഫിനേഷൻ നോക്കി, അതുപോലെ നീഡ് നോക്കി. നെക്സ്റ്റ് നോക്കാം. മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് പബ്ലിക് റിലേഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയില് എങ്ങനെയാണ് പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. There are mainly two methods. പബ്ലിക് റിലേഷൻ കമ്മ്യൂണിറ്റിയില് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിന് മെയിൻ ആയിട്ട് രണ്ട് മെത്തേഡുകളാണുള്ളത്. ഫസ്റ്റ് വൺ ഓപ്പറേറ്റീവ് മെത്തേഡ്സും സെക്കൻഡ് വൺ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സും. ഓപ്പറേറ്റീവ് മെത്തേഡ്സ് ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഓപ്പറേറ്റീവ് മെത്തേഡ്സ് എന്നാണ്. എന്താണ് ഓപ്പറേറ്റീവ് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രവർത്തനങ്ങളാണ് അവിടെ, അല്ലെ? നമ്മൾ ഓപ്പറേറ്റർമാർ എന്ന് പറയാറുണ്ട്, ഇല്ലേ? ഓപ്പറേറ്റർമാർ എന്ന് പറയുന്നത് ആരെയാണ്? ഓപ്പറേറ്റർ എന്ന് പറയാമെങ്കിൽ പൊതുവെ നമ്മൾ കോമൺ ആയിട്ട് പ്രവർത്തിപ്പിക്കുന്ന ആള്, അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു യന്ത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടി വാഹനം എന്തെങ്കിലും ആയിക്കോട്ടെ, അത് പ്രവർത്തിപ്പിക്കുന്നതിനാണ് നമ്മൾ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്, അല്ലെ? ഇവിടെയും പ്രവർത്തനം എന്ന് നമുക്ക് കൊടുക്കാം. ടെക്നീഷ്യൻ എന്ന് പറയാം, അല്ലെ? നോക്കാം ഓപ്പറേറ്റീവ് മെത്തേഡ് എന്താണെന്നാണ് നോക്കുന്നത്. These methods are basically related with every aspect of hospitals operations. This method basically related. ആരുമായിട്ടാണ് ഓപ്പറേറ്റീവ് മെത്തേഡ്സ് റിലേറ്റ് ആയിരിക്കുന്നത്? Every aspect of hospital operations. ഒരു ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. Then, including those that are performed by workmen such as telephone operator, inquiry office personnel and admission office clerk. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആരൊക്കെയാണെന്നാണ് പറയുന്നത്. പെർഫോംഡ് ബൈ വർക്ക്മെൻ, ആരൊക്കെയാണ് വർക്ക് ചെയ്യുന്ന? ടെലിഫോൺ ഓപ്പറേറ്റർ, ഇൻക്വയറിയിലുള്ള സ്റ്റാഫുകൾ, പേഴ്സണൽ, അതുപോലെ തന്നെ ഓഫീസ് ക്ലർക്ക് തുടങ്ങിയവരൊക്കെയാണ് ഓപ്പറേറ്റീവ് മെത്തേഡ്സിൽ വരുന്നത്. All those maintaining contact with the patients as well as those working behind the screen share the same burden. അതായത് ഒരു ഹോസ്പിറ്റലിനുള്ളില് എല്ലാത്തരം പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയാണ് നമ്മൾ ഓപ്പറേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് എടുത്തു പറഞ്ഞിരിക്കുന്നത് ആരൊക്കെയാണ്? ടെലിഫോൺ ഓപ്പറേറ്റർ, എൻക്വയറി ഓഫീസ് പേഴ്സണൽ ആൻഡ് അഡ്മിഷൻ ഓഫീസ് ക്ലർക്ക് തുടങ്ങിയവരും ഓപ്പറേറ്റീവ് മെത്തേഡ്സിൽ ഉൾപ്പെടുന്നു. Then all those maintaining contact with the patients, പേഷ്യന്റുമായിട്ട് പബ്ലിക്കുമായിട്ട് കോണ്ടാക്ട് വന്നിട്ടുള്ള എല്ലാ തരത്തിലുള്ള പേഴ്സണലും ഓപ്പറേറ്റീവ് മെത്തേഡ്സിൽ ഉൾപ്പെടുന്നു. Then last sentence ശ്രദ്ധിക്കുക. As well as those working behind the screen share the same burden. സ്ക്രീനിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരായിട്ടും ഒത്തിരി സ്റ്റാഫുകൾ ഹോസ്പിറ്റലുകളിലുണ്ട്. സോ അവരും ഓപ്പറേറ്റീവ് മെത്തേഡ്സിൽ ഉൾപ്പെടുന്നു. സ്ക്രീനിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് പറയുമ്പോഴേ, ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുന്നെങ്കിൽ നമ്മളിപ്പോ ഒരു സിനിമ ഫീൽഡ് എടുക്കുക, ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ എടുത്ത് നോക്കൂ. ഒരു സിനിമ ഫീൽഡില് സിനിമയുടെ ഡയറക്ടറും അല്ലെങ്കിൽ സിനിമ നടിയോ നടനും മാത്രമാണോ അതിൽ പ്രവർത്തിക്കുന്നത്? ആണോ? അതിന് പിന്നില് അവരുടെ ഒത്തിരി പേരുടെ എഫേർട്ട് ഉണ്ട്, ഇല്ലേ? ആരുടെയൊക്കെ എഫേർട്ട് ഉണ്ട് അവിടെ? വേറെ ഒരു നടിയും നടനും അല്ലെങ്കിൽ ആ ഡയറക്ടർ മാത്രം മതിയോ? ക്യാമറാമാൻ വേണം, എഡിറ്റർ വേണം, വേറെ എത്രയോ പേരുടെ പ്രൊഡ്യൂസർ വേണം, അല്ലെ?
അങ്ങനെ ഒത്തിരി പേരുടെ എഫേർട്ട് ഉണ്ട്. അത് പ്രാക്ടിക്കുന്നവര് ആർട്ട് വർക്ക് ഉണ്ട്, പിന്നെ എന്താണ് ഇതുപോലെ കോസ്റ്റ്യൂം ചെയ്യുന്നവര്, കൊറിയോഗ്രാഫി, മേക്കപ്പ് അല്ലെ, മ്യൂസിക് ഡയറക്ടർ വരും, ഒത്തിരി പേരായിട്ട് ബാക്കിൽ പ്രവർത്തിക്കുന്നവരുണ്ടല്ലോ. സെയിം അതുപോലെ തന്നെ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ എടുത്ത് നോക്കൂ. ഹോസ്പിറ്റലില് നമ്മൾ കാണുന്ന ഈ പറഞ്ഞ ടെലിഫോൺ ഓപ്പറേറ്റർ ഉണ്ട്, എൻക്വയറിയിൽ കുറച്ച് സ്റ്റാഫുകൾ ഇരിക്കുന്നുണ്ട്, നഴ്സസ് ഉണ്ട്, ഡോക്ടർമാരുണ്ട്. ഇവര് മാത്രമാണോ ഒരു ഹോസ്പിറ്റലിനുള്ളിൽ വർക്ക് ചെയ്യുന്നത്? ആണോ? ബാക്കി നമ്മൾ കാണാതെ വർക്ക് ചെയ്യുന്ന അല്ലെ, സ്ക്രീനിൽ പിന്നിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച്. ആരൊക്കെ ആയിരിക്കാം? എക്സാമ്പിൾ പറയാമോ? ഹൗസ് കീപ്പിംഗ് ഉണ്ട്, ക്ലർക്ക് ഉണ്ട്, ഓക്കെ, സ്റ്റാഫ് ഉണ്ട്, PRO, HR, പിന്നെ ആരൊക്കെയാണ്? ക്ലീനിങ് സ്റ്റാഫുകളൊക്കെ ഉണ്ടാവില്ലേ? സ്വീപ്പേഴ്സ്, ക്ലീനിങ് സ്റ്റാഫ്. പിന്നെ നമ്മള് ബയോമെഡിക്കൽ വേസ്റ്റിൽ പഠിച്ചില്ലേ, വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ട്. പഠിച്ചോ? നിങ്ങളല്ലേ പഠിച്ചത്? ആണോ? ബയോമെഡിക്കൽ നമ്മൾ പഠിച്ചോ? ബയോമെഡിക്കൽ വേസ്റ്റ് കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫുകള് അല്ലെ? ഇടിവിട്ടാണ്. ഓക്കെ, ലീവ് ചെയ്യണമെങ്കിൽ ലീവ് ചെയ്തോളൂ കേട്ടോ, പ്രശ്നമില്ല. റെക്കോർഡ് ക്ലാസ് കണ്ടാൽ മതി കേട്ടോ. ബുദ്ധിമുട്ടാണെങ്കിൽ ലീവ് ചെയ്തോളൂ. ഓപ്പറേഷൻ റൂം അസിസ്റ്റന്റ് ഉണ്ട്. ഈ ഓപ്പറേഷൻ റൂമിന്റെ ഉള്ളിൽ തന്നെ വേറെ ക്ലീനിങ്ങിന്റെ ആളുകളൊക്കെ ഉണ്ടാകും അല്ലെ? സോ അപ്പോ അതാണ്, ഇതിലൊക്കെ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് അല്ലെ? അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇവിടെ പറയുന്നത് അതാണ്, വർക്കിംഗ് ബിഹൈൻഡ് ദ സ്ക്രീൻ ഷെയർ സെയിം ബോർഡ് അല്ലെ? ബിഹൈൻഡ് ദ സ്ക്രീനിൽ പ്രവർത്തിക്കുന്നവര്, ഒരേപോലെ എഫേർട്ട് ചെയ്ത് പ്രവർത്തിക്കുന്നവരും ഓപ്പറേറ്റീവ് മെത്തേഡ്സിൽ ഉൾപ്പെടുന്നു. ഇപ്പൊ ക്ലിയർ ആയോ എന്താണ് ബിഹൈൻഡ് ദ സ്ക്രീൻ? ഓക്കെ ആണോ? നമ്മൾ കുറച്ച് എക്സാമ്പിൾ ഒക്കെ പറഞ്ഞാലേ മനസ്സിലാകുള്ളൂ അല്ലേ? അങ്ങനെയാണോ? എക്സാമ്പിൾ ഒക്കെ കുറച്ചിട്ട് തന്നെ ടീച്ചർ, എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. ഓക്കെ, മാക്സിമം പറ്റുന്ന എക്സാമ്പിൾ ഒക്കെ തരാം കേട്ടോ. അപ്പൊ ഓപ്പറേറ്റീവ് മെത്തേഡ്സ് അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കാമോ? എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും പറയാം. ഇത്രയും ഭാഗം ക്ലിയർ ആണോ നോക്കാം, എന്നിട്ട് നമുക്ക് അടുത്തതിലൊക്കെ പോയാൽ മതി. ചിലപ്പോൾ നമുക്ക് സെന്റൻസിൽ കാണുമ്പോഴേ എന്താണെന്നുള്ള ക്ലിയർ ഐഡിയ ഒന്നും കിട്ടില്ല. അപ്പൊ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് ഇല്ല, 3 മണി വരെ ഞാൻ തന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യുന്നത്. സാറിന്റെ ക്ലാസ് ഒന്നും ഉണ്ടായിട്ടില്ല. സോ കണ്ടിന്യൂഷൻ ഞാൻ ഫസ്റ്റിൽ പറഞ്ഞില്ലേ നിങ്ങളോട്? മതിയായ ക്ലാസ് ഇത്രയും കേട്ടപ്പോ തന്നെ ബോറായോ? ഒരു ഹാഫ് ആൻ അവർ കൂടി കണ്ടിന്യൂ ചെയ്യൂ കേട്ടോ. ഓപ്പറേറ്റീവ് മെത്തേഡ് ഓക്കെ ആണല്ലോ? എല്ലാ പ്രവർത്തനങ്ങളും ഏർപ്പെട്ടിരിക്കുന്നതിനാണ് നമ്മൾ ഓപ്പറേറ്റീവ് മെത്തേഡ്. ഹോസ്പിറ്റലിനുള്ള പ്രവർത്തിക്കുന്ന എല്ലാ സെക്ഷനുകളെയും ഇതിൽ ഉൾപ്പെടുന്ന, സ്ക്രീനിലെ പിന്നിൽ പ്രവർത്തിക്കുന്നവരും ഇതിൽ ഉൾപ്പെടുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. The 3 fundamental components of community operations are. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ആരാ? സമൂഹത്തില് നമുക്ക് 3 ഫണ്ടമെന്റൽ കോമ്പോണൻസ് എന്തൊക്കെയാണെന്ന് കമ്മ്യൂണിറ്റിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ. ജോയ്ഫുൾ, സന്തോഷകരവുമായിട്ടും മാന്യമായിട്ടുള്ള ഒരു ബിഹേവിയർ, പെരുമാറ്റം. സെക്കൻഡ് വൺ, ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഏറ്റവും ആദ്യം വേണ്ടുന്ന കാര്യം എന്താണ്? വേഗത്തിലും കാര്യക്ഷമമായിട്ടുള്ള ഒരു ചികിത്സയ്ക്കാണ് അവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്. മൂന്നാമത്തെ പോയിന്റ്, ക്ലിയർ എൻവയോൺമെന്റ് ആൻഡ് വെൽ അപ്പിയറൻസ് ഓഫ് വർക്കേഴ്സ്. ക്ലിയർ ആയിട്ടുള്ള നല്ലൊരു എൻവയോൺമെന്റും അതുപോലെ തന്നെ വർക്കേഴ്സിന്റെ നല്ലൊരു അപ്പിയറൻസും. നമുക്ക് അവിടെ കാണുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങളിലും അവരുടെ പെരുമാറ്റത്തിലും ഒരു വെൽ അപ്പിയറൻസ് ആയിരിക്കുക. ഫസ്റ്റ് വൺ എന്താണ്? പൊളൈറ്റ് ആയിട്ടുള്ള ബിഹേവിയർ. നമ്മളോട് അങ്ങനെയല്ലേ പെരുമാറുന്നത്? ഇപ്പോ നമ്മള് എന്താ, നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്യും, ഡോക്ടറെ കാണാനായിട്ട് ബുക്കിങ്ങിനൊക്കെ നമ്മൾ വിളിക്കാറുണ്ട് അല്ലെ? എൻക്വയറിയില് റിസപ്ഷനിൽ നമ്മൾ വിളിക്കുമ്പോൾ എങ്ങനെയാണ് അവര് പെരുമാറുന്നത്?
വളരെ റഫായിട്ടാണോ? മാക്സിമം എനിക്ക് തോന്നുന്നു ഒരു 80% മാന്യമായിട്ടായിരിക്കും പെരുമാറുന്നത്. ആണോ? അങ്ങനെയാണോ പെരുമാറുന്നത്? നിങ്ങൾ വിളിക്കാറുണ്ടോ? എപ്പോഴെങ്കിലും വിളിച്ചിട്ടുണ്ടാവുമല്ലോ അഡ്മിഷൻ നമ്മള് എൻക്വയറിക്കൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതുപോലെ ബുക്കിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ അവര് എങ്ങനെയാണ് നല്ല രീതിയിൽ നമ്മളോട് പെരുമാറുന്നത്? വളരെ പൊളൈറ്റ് ആയിട്ട്, വളരെ മാന്യമായിട്ട്, വിനീതമായിട്ടുള്ള രീതിയിലായിരിക്കും അല്ലെ? നമ്മള് ഒരു സംസാരം ഒരു കൂളായിട്ടായിരിക്കും. നമ്മള് ഫസ്റ്റ്ലി ഫോൺ എടുക്കുമ്പോ മീൻസ് ഒന്ന് വിഷ് ചെയ്യും അല്ലെ? ഗുഡ് മോർണിംഗ് ആ ടൈമിൽ വെച്ചാൽ ഒന്ന് വിഷ് ചെയ്തിട്ട് ഹോസ്പിറ്റലിന്റെ പേര് പറയും. എന്നിട്ടാണ് നമ്മൾ പറയുന്നതിനുള്ള ആൻസറൊക്കെ അവർ നമ്മൾ ചോദിക്കുന്നതിനുള്ള ആൻസേഴ്സ് നമുക്ക് തരാറുണ്ട്. എപ്പോഴും പൊളൈറ്റ് ആയിട്ടുള്ള ഒരു പെരുമാറ്റമായിരിക്കും. ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ്, നല്ലൊരു ചികിത്സ, കാര്യക്ഷമമായിട്ട് ചികിത്സ കൊടുക്കുക. നല്ലൊരു എൻവയോൺമെന്റ് ആയിരിക്കുക. വെൽ അപ്പിയറൻസ് ഓഫ് വർക്കേഴ്സിനൊക്കെ നല്ലൊരു അപ്പിയറൻസ് ആയിരിക്കും. അപ്പിയറൻസ് വെച്ചാൽ എന്താ? അവരുടെ സ്വഭാവം ഉൾപ്പെടും. അതുപോലെ തന്നെ ഡ്രസ്സിംഗ്, യൂണിഫോംസും കാര്യങ്ങളും അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? വർക്ക് ചെയ്യാനുള്ള സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. Some operations of improving operations in hospital in the community level. ഇനി മറ്റ് കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന മറ്റു കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ, a high quality patient care is the basis of good public relation. പബ്ലിക് റിലേഷനെ സംബന്ധിച്ചിട്ട് ഉയർന്ന നിലവാരത്തിലുള്ള ഒരു പരിചരണം, അതാണ് ഒരു ബേസിക് എന്ന് പറയുന്നത് അല്ലെ? നല്ലൊരു ചികിത്സ കൊടുക്കുക എന്നതാണ് പബ്ലിക്കിനെ നമുക്ക് റിലേഷൻസ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഇതെന്ന് പറഞ്ഞാൽ എന്താ? നല്ല ഉയർന്ന നിലവാരമുള്ള രോഗി പരിചരണം നൽകുക. സെക്കൻഡ് വൺ, സഫീഷ്യന്റ് ഫിസിക്കൽ ഫെസിലിറ്റി. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട് അല്ലെ? ഓക്കെ, കുറച്ച് നെറ്റിന്റെ ഇഷ്യൂസ് വന്നായിരുന്നേ, അതുകൊണ്ടാണ് നമുക്ക് ഇടയ്ക്കൊന്ന് ബ്രേക്ക് ഔട്ട് ആയത്. ഓക്കെ, ക്ലിയർ ആക്കാം കേട്ടോ. ഒട്ടും പറ്റുന്നില്ലെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്തോളൂ, നമുക്കത് ക്ലിയർ ആക്കാം. നെറ്റിന്റെ കുറച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതിന്റെയാണ് കുറച്ച് പ്രശ്നം വരുന്നത്. ഓക്കെ, ഇടയ്ക്കുള്ളൂ. ഓക്കെ, ഇനി ഒരുപോലെ സ്റ്റക്ക് ആവുന്ന ഒട്ടും വോയിസ് ബ്രേക്ക് ചെയ്യുന്നതാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. Okay, the first point പറഞ്ഞു. The second point നോക്കാം. Sufficient physical facility with a good functional layout, waiting room with benches or chairs, water, refreshment facility, the outpatient department. In the outpatient department is regular outpatient department. ഒറ്റ വാക്കിൽ പറയാൻ പറ്റുമോ എന്താ ഔട്ട്പേഷ്യന്റ് എന്ന് വെച്ചാല്? ഇൻപേഷ്യന്റ് ഔട്ട്പേഷ്യന്റ് പഠിച്ചതല്ലേ നിങ്ങള്? OP ആണ്. ഒറ്റ വാക്കിൽ OP ആണോ എന്നാണോ ഞാൻ ചോദിച്ചത്? ഒറ്റ വാക്കില് ഓൺലി കൺസൾട്ടേഷൻ OP, അത് ഷോർട്ട് ഫോം അല്ലേ? OP എന്നാണോ ഞാൻ ചോദിച്ചത്? വിത്തിൻ 24 hours അല്ലെ? അതായത് നമ്മൾ ഡോക്ടറെ കാണുന്നു, മെഡിസിൻ വാങ്ങിക്കുന്നു, തിരികെ പോകുന്നു, ഇതൊക്കെ പറഞ്ഞതല്ലേ നമ്മള് അല്ലെ? അപ്പോ അങ്ങനെ വരുന്ന ഔട്ട് പേഷ്യൻസിന് വേണ്ടി എന്ത് വേണം? ഒരു ഹോസ്പിറ്റലിൽ അത്യാവശ്യം ഫെസിലിറ്റീസ്, ഫിസിക്കൽ ഫെസിലിറ്റീസ് കൊണ്ടുവരണം. ഡോക്ടർ നമ്മള് റൂമിൽ കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമ്പോ ഇരിക്കാൻ അത്യാവശ്യമുള്ള ബെഞ്ചസുകള്, ചെയർ വേണം, ബെഞ്ച് വേണം, ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി ഉണ്ടായിരിക്കുക, റിഫ്രഷ്മെന്റിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ കഴുകണം എന്നൊക്കെ തോന്നി അതിനുള്ള ഒരു റിഫ്രഷ്മെന്റ് ഫെസിലിറ്റീസും കാര്യങ്ങളും ഉണ്ടായിരിക്കുക. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് കിടക്കുന്ന വ്യക്തികൾക്ക് ഓൾറെഡി അഡ്മിറ്റഡ് ആണല്ലോ അല്ലെ? അതുകൊണ്ടാണ് ഈ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. Making others happy, one must be happy himself. Good morale of workers not only improve efficiency, but workers with a high morale work in a positive manner with one another and also with the patients in the community. Making others happy, one must be happy himself. Which are the മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ സ്വയം സന്തോഷവാനായിരിക്കണം. നമ്മൾ ഒരു പോസിറ്റീവായിട്ട് ചിന്തിച്ചാലല്ലേ മറ്റുള്ളവർക്ക് കൂടി പോസിറ്റീവ്നെസ് പകർന്നു കൊടുക്കാൻ സാധിക്കൂ. നമ്മൾ ഭയങ്കര എപ്പോഴും നെഗറ്റീവ് കാണുന്ന ഒരു വ്യക്തിക്ക് മറ്റൊരാളോട് പോയിട്ട് നീ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കണം എന്ന് പറയാൻ സാധിക്കോ?
പറ്റും അങ്ങനെ. നമ്മൾ എന്താണോ അതല്ലേ നമ്മൾ മറ്റുള്ളവരിലേക്ക് പകരുന്നത്. സോ സ്വയം സന്തോഷവാനായിരിക്കുക, എന്ത് ചെയ്യുക, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക. Then ഇത് പറയുന്നത് എന്താ, good morale of workers not only improve efficiency but workers with himself morale work in a positive manner with one another and also with the patient in the community. അല്ലെ, അതായത് തൊഴിലാളികളുടെ നല്ലൊരു മനോവീര്യം, തൊഴിലാളികൾക്കിടയിലും ഒരു മൊറൈല്, നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കും, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പ്രവർത്തിക്കാം അല്ലെങ്കിൽ ചെയ്യാം എന്നുള്ളൊരു മനോധൈര്യം അവർക്കുണ്ടെങ്കിൽ അവരുടെ എഫിഷ്യന്റ് മാത്രമല്ല, കാര്യക്ഷമത മാത്രമല്ല, മറിച്ച് അവർക്കൊരു ഹൈ മൊറൈൽ അല്ലെ, ഉയർന്ന ഒരു ധാർമ്മിക പ്രവർത്തനമുള്ള ഒരു തൊഴിലാളികളുടെ ഒരു ധാർമ്മികതയും കൂടി മെച്ചപ്പെടുത്താൻ സാധിക്കുന്നു. ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് കാര്യക്ഷമത മാത്രമല്ല, ഒരു ധാർമ്മികതയും കൂടി വളർത്തിയെടുക്കാൻ സാധിക്കുന്നു. Okay. Then next point നോക്കാം. Operating efficiency with effective coordination among all clinical departments should operating efficiency with effective coordination among all clinical departments and other supportive services arise from good administration, organization structure, policies, procedures, and authority and responsibility should be clearly understood by each staff. അതായത് നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിനുള്ളിൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ട് ഇല്ലേ? ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സുകളാണുള്ളത് ഹോസ്പിറ്റലിനുള്ളില്? ഏതൊക്കെയാണ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്നത്? മെഡിക്കൽ, ഓക്കെ, മെഡിക്കൽ അല്ലാതെ വരുന്ന ഡിപ്പാർട്ട്മെന്റ്സുകളും സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉള്ളത് ഇതൊക്കെയാണ്. മെഡിക്കൽ സപ്പോർട്ടീവ്, ഓക്കെ, എങ്കിലും സമ്മതിച്ചു, മെഡിക്കൽ ആൻഡ് സപ്പോർട്ടീവ് ഉണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ്, ഫാർമസി, ദെൻ അങ്ങനെ വരുന്ന ഡിപ്പാർട്ട്മെന്റുകളില്ലേ, ഡിഫറെന്റ് അല്ലേ ഇതെല്ലാം? ഓരോരുത്തരും ഓരോ ഏരിയയിൽ നിൽക്കുന്ന സ്റ്റാഫുകൾ വ്യത്യാസമുണ്ട്. ഫിനാൻസ്, ലാബ്, ദെൻ വേറെ എന്തൊക്കെയാണ്? ക്ലിനിക്കലുണ്ട്, ദെൻ ഇൻഷുറൻസ്, റിസോഴ്സ്, ഓക്കെ, ലോണ്ടറി, വിവിധ തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? അപ്പോ ഈ ഡിപ്പാർട്ട്മെന്റ്സുകൾ തമ്മിൽ പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കണം അല്ലെ? എന്നുവെച്ചാൽ ഒരു ഡിപ്പാർട്ട്മെന്റ് മറ്റു ഡിപ്പാർട്ട്മെന്റിന് എതിരായിട്ടല്ല പ്രവർത്തിക്കേണ്ടത്, മറിച്ച് എന്ത് ചെയ്യാം, അവര് പരസ്പരം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വേണം ഓരോ ഡിപ്പാർട്ട്മെന്റും പ്രവർത്തിക്കുവാൻ. അപ്പോ എല്ലാ ഡിപ്പാർട്ട്മെന്റ് തമ്മിലും സഹായ സേവനങ്ങളൊക്കെ സപ്പോർട്ടീവ് ആയിട്ട് സർവീസ് സേവനങ്ങൾ കൊടുക്കുക. ഓരോ ഡിപ്പാർട്ട്മെന്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹകരണാത്മകമായിട്ട് വേണം പ്രവർത്തിക്കുവാൻ. അതുപോലെ തന്നെ അത് കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും മികച്ച ഭരണം അല്ലെ, ഓർഗനൈസിംഗ് സ്ട്രക്ചറും അവിടുത്തെ പോളിസീസ്, നയങ്ങളും അല്ലെങ്കിൽ നടപടിക്രമങ്ങളും ഉത്തരവാദിത്തവും എന്നിവയൊക്കെ കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പരസ്പരം ഒരു കോർഡിനേഷൻ വേണമെന്ന്. കോർഡിനേഷൻ ഉണ്ടെങ്കിൽ എന്താണ്, നല്ല രീതിയിൽ ഭരണം നല്ല സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെ സംഘടന, ഓർഗനൈസേഷൻ സ്ട്രക്ചർ നല്ല രീതിയിൽ പോകാം. പോളിസീസും പ്രൊസീജിയേഴ്സ് ഒക്കെ പാലിക്കാൻ അതോറിറ്റിക്ക് അവരുടെ റെസ്പോൺസിബിലിറ്റീസും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിൽ പരസ്പരം യോജിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക. ഇതാണ് ആ ഒരു പോയിന്റിൽ പറയുന്നത്. അത് കുറച്ച് വളച്ചൊടിച്ച് തന്നിരുന്നത് മാത്രം. ഓക്കെ, ഓപ്പറേറ്റീവ് മെത്തേഡ്സ് ഒന്ന് വായിച്ചു നോക്കാമോ? ടോട്ടലായിട്ടൊന്ന് മൊത്തം ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. ഓപ്പറേറ്റീവ് മെത്തേഡ്സ് കേട്ടോ. വായിക്കുമ്പോ നിങ്ങള് മനസ്സിലായിട്ട് മീനിങ് കാണാം. ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നല്ലോ, അപ്പൊ അതൊന്ന് മീനിങ് വായിക്കാം. ഓപ്പറേറ്റീവ് മെത്തേഡ്സ് കേട്ടോ, പോയിന്റ്സ് വരെ വായിക്കുക.
ഓപ്പറേറ്റീവ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന എല്ലാ തരത്തിലുള്ളതും വരും. എക്സാമ്പിൾ എടുത്ത് പറഞ്ഞിരിക്കുന്നത് ടെലിഫോൺ ഓപ്പറേറ്ററും എൻക്വയറി പേഴ്സണലും അഡ്മിഷൻ ക്ലർക്കും ഓഫീസ് ക്ലർക്കാണ്. ദെൻ നമ്മൾ പറഞ്ഞു സ്ക്രീനിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും തന്നെ ഇതിൽ ഉൾപ്പെടുന്നു. കംപ്ലീറ്റ് ചെയ്തോ? വായിക്കാട്ടോ, എല്ലാവരും വായിക്കാം. കംപ്ലീറ്റ് ചെയ്തോ ഓപ്പറേറ്റീവ് മെത്തേഡ്സ്? ഓക്കെ. ദെൻ ഓപ്പറേറ്റീവ് മെത്തേഡ്സ് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്നാണ്. കമ്മ്യൂണിക്കേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു പരസ്പരം ഒരു 2-way കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. എന്തൊക്കെയാണെന്ന് നോക്കാം. പോയിന്റ്സ് ആണ്. ഫസ്റ്റ് വൺ, ടു മേക്ക് അവൈലബിൾ suitable information to the patients, their relatives and visitors. അല്ലെ, അതായത് എന്താണ്, രോഗികൾക്കും അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കൾക്കും സന്ദർശകർക്കും അനുയോജ്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുക. പേഷ്യൻസിനെ സംബന്ധിച്ചിട്ടുള്ളതോ അങ്ങനെയുള്ള വിവരങ്ങൾ എന്ത് ചെയ്യുക, അനുയോജ്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കുക. Then second one, a provision to listen to oral complaints instead of compelling on written one. അല്ലെ, അതായത് ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് റിട്ടേൺ കംപ്ലൈന്റ് ആയിട്ട് രേഖാമൂലം എഴുതുന്നതിന് പകരം അത് ഓറൽ ആയിട്ട് മീൻസ് പരാതികൾ കേൾക്കാനായിട്ടുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കുക. മീൻസ് നിങ്ങൾ രേഖാമൂലം തരണ്ട, നേരിട്ട് പറയാനുള്ള ഒരു അവസരം അവർക്ക് ഒരുക്കി കൊടുക്കുക. അല്ലെങ്കിൽ ചിലവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും, ഇനിയിപ്പോ രേഖാമൂലം എഴുതി കൊടുക്കാനും മറ്റും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാം. സോ രേഖാമൂലം അല്ലാതെ കംപ്ലൈന്റ് നേരിട്ട് ഓറലായിട്ട് പറയാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ ചെയ്ത് കൊടുക്കുക. മൂന്നാമത്തെ പോയിന്റ് നോക്കാം. സ്വിച്ച് റിപ്ലൈ ടു ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താ, പേഷ്യൻസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ സേവനങ്ങളോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അതിന് മറുപടി കൊടുക്കുക. Then provision of suggestion box at a suitable place. സജഷൻ ബോക്സ്, സജഷൻസ് നിർദ്ദേശങ്ങൾ എഴുതാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ
സ്യൂട്ടബിൾ പ്ലേസിൽ സ്ഥാപിക്കുക. ഹോസ്പിറ്റലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, കംപ്ലൈന്റ് ബോക്സ് ഉണ്ടാവും, സജഷൻ ബോക്സ് ഉണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? മിക്കവാറും ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ കയറി വരുന്ന ഒരു ഏരിയയിലൊക്കെ തന്നെ ആയിരിക്കാം അല്ലെ. സജഷൻ ബോക്സിൽ നമുക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വെക്കാനുണ്ടെങ്കിൽ നമ്മളുടെ നിർദ്ദേശങ്ങൾ അതിൽ അറിയിക്കാം. അതുപോലെ കംപ്ലൈൻസുകൾ, നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ അതിനകത്ത് നമ്മുടെ പേരൊന്നും മെൻഷൻ ചെയ്യണമെന്നില്ല. നമുക്ക് ഓപ്പൺ ആയിട്ട് നമ്മുടെ കംപ്ലൈൻസോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ നമുക്ക് അവിടെ എഴുതി വെക്കാം. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, ഫിലിം ഷോസ്, എക്സിബിഷൻസ് ആൻഡ് hospital brochures are to be exhibited. ഹോസ്പിറ്റലിനെ കുറിച്ച് കൂടുതലും ജനങ്ങൾക്ക് അറിവ് വരാൻ വേണ്ടിയിട്ട്, ജനങ്ങളിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസ് ചെയ്യുക. അതുപോലെ തന്നെ ഫിലിം ഷോസ് അറേഞ്ച് ചെയ്യുക, എക്സിബിഷൻസ് കൊണ്ടുവരിക, ദെൻ ഹോസ്പിറ്റലിന്റെ ബ്രൗഷേഴ്സ് ഒക്കെ ഇറക്കാം അല്ലെ. ഇപ്പോ എന്താ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ടുള്ള എക്സിബിഷൻസ് ഒക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാം. ഇപ്പോ എവിടെയാണെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ ഈ അടുത്തൊരു എക്സിബിഷൻ ഇങ്ങനെ കണ്ടായിരുന്നു, വീഡിയോസ് മറ്റും. ഒരു മെഡിക്കൽ എക്സിബിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന പേര്. ഇതുപോലെ ഒരു ഹോസ്പിറ്റലുകാരാണ് ഈ ഒരു എക്സിബിഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മളുടെ ടോട്ടലി ഒരു മനുഷ്യ ശരീരത്തെ കുറിച്ചും അല്ലെങ്കിൽ നമ്മളുടെ ഓരോ അവയവങ്ങളും അതിനെയൊക്കെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സിബിഷനാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കറക്റ്റ് എനിക്ക് അറിയില്ല എവിടെയാണെന്ന്. അതുപോലെ ഒരു ഹോസ്പിറ്റലിൽ സംഘടിപ്പിച്ചിട്ടുള്ളതാണ് അത്. അപ്പൊ അങ്ങനെയൊക്കെ സംഘടിപ്പിക്കുമ്പോൾ എന്താണ്, ഹോസ്പിറ്റലിനെ കുറിച്ച് കുറച്ച് കൂടുതൽ ഒരു ഇത് പബ്ലിക്കിന് കിട്ടും അല്ലെ. എന്താ പറയാ, നമ്മൾ അതിനെ ഇംപ്രഷൻ പറയാം അല്ലെ. ഇംപ്രഷൻസ് കാര്യങ്ങൾ കിട്ടും, നമുക്ക് കൂടുതൽ അങ്ങനെ ചെല്ലാനൊക്കെ ഒരു ഇത് തോന്നും. സോ അങ്ങനെയുള്ള കുറച്ച് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസോ ഫിലിം ഷോസോ എക്സിബിഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് നോക്കാം. The school teachers, students, housewives, and members of women's organization and religious leaders can conduct hospital tours. Hospital tours conduct ചെയ്യാറ്. ആ ടൂർസിൽ സ്കൂൾ ടീച്ചേഴ്സിനെ ഉൾപ്പെടുത്താം, സ്റ്റുഡൻസിനെ ഉൾപ്പെടുത്താം, ഹൗസ് വൈഫ്സോ അല്ലെങ്കിൽ വുമൺ ഓർഗനൈസേഷൻ, സ്ത്രീകളുടെ സംഘടനകളൊക്കെ ഉണ്ടാവില്ലേ, അതിലെ സ്റ്റാഫുകളെ ഉൾപ്പെടുത്താം, റിലീജിയസ് ലീഡേഴ്സുമാരെയോ അങ്ങനെയുള്ളവരൊക്കെ ചേർത്തിട്ട് ഒരു ഹോസ്പിറ്റൽ ടൂർ ഒക്കെ കണ്ടക്ട് ചെയ്യാം. Then to hold an annual hospital day or open day house where public can be shown every aspect of the hospital operations that include some of the highly technical functions. സാങ്കേതികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന ഒരു ആശുപത്രി പ്രവർത്തനത്തിന്റെ എല്ലാ വശങ്ങളും പൊതുജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു വാർഷികം, അതായത് നമ്മള് നോർമലി ഇപ്പോ സ്കൂളിലായെങ്കിലും ഒരു ആനിവേഴ്സറി ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്യും വർഷത്തിൽ ഒരു വട്ടം അല്ലെ. അതുപോലെ തന്നെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചൊരു ഹോസ്പിറ്റൽ ഡേ ഒക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കര ആഘോഷങ്ങളും ഭയങ്കര പരിപാടികളൊക്കെ ആയിരിക്കും ഹോസ്പിറ്റൽ ഡേ അറേഞ്ച് ചെയ്യാൻ. അല്ലെങ്കിൽ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടോ നമ്മളുടെ ക്ലാസ്സിൽ? ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. നേഴ്സായിട്ടല്ല, അല്ലാതെ തന്നെ ഏതെങ്കിലും വിധത്തിൽ വർക്ക് ചെയ്യുന്നവരുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോ ഇങ്ങനെ എല്ലാ ഹോസ്പിറ്റലിലും അങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഡേ എന്ന് പറഞ്ഞിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അവിടുത്തെ കാര്യങ്ങളും കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ആ ഒരു വീക്കിൽ ചിലപ്പോ എന്തെങ്കിലും ഇതുപോലെ തന്നെ ചികിത്സയിലും എന്തെങ്കിലും കുറച്ച് റിഡക്ഷൻ ഒക്കെ ഉണ്ടാകാം അല്ലെ. ഇപ്പൊ എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ ചിലപ്പോ അങ്ങനെ കുറവും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം ഹോസ്പിറ്റൽ ഡേക്ക്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ ഹോസ്പിറ്റൽ ഡേ കണ്ടത് എവിടെയാണ് വെച്ചിട്ടുള്ള, നിങ്ങള് എറണാകുളത്തുള്ളവരുണ്ടോ? നമ്മളുടെ IKM ഉണ്ടോ? ആരുമില്ല. എറണാകുളംകാരുണ്ടോ കൂട്ടത്തില്? ആരുമില്ല. ഉണ്ട്. ഓക്കെ, മേരി എവിടെയാണ് വീട്? പ്രോപ്പർ IKM ആണോ? അമിതമായി. ഓക്കെ ഓക്കെ. ഇപ്പോ നമ്മളുടെ എറണാകുളത്ത് തന്നെ ലിസി ഹോസ്പിറ്റല് കേൾക്കുന്നുണ്ടോ? എറണാകുളം ആർക്കെങ്കിലും അറിയോ? ലിസി ഹോസ്പിറ്റല് അത്യാവശ്യം എല്ലാ തരത്തിലുള്ള ചികിത്സകളും ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു ഹോസ്പിറ്റലാണ്. കുറച്ചു പേർക്കൊക്കെ അറിയാവുന്നതല്ലേ ലിസി ഹോസ്പിറ്റല്. ഓക്കെ, കഴിഞ്ഞ വീക്കിലായിരുന്നു അവരുടെ ഹോസ്പിറ്റൽ ഡേ അവര് സെലിബ്രേറ്റ് ചെയ്തായിരുന്നു. ഇതുപോലെ ഭയങ്കര ലൈറ്റും കാര്യങ്ങളും വിഷ്വലൈസ് ആയിട്ടും അവരുടെ സേവനങ്ങളും കാര്യങ്ങളും ഒക്കെ അവര് ഭയങ്കര ഒരു ഫുൾ പ്രോഗ്രാംസ് ആയിട്ട് ഹോസ്പിറ്റൽ ഡേ ആചരിച്ചായിരുന്നു. ഞാൻ ജസ്റ്റ് പറഞ്ഞതോളം ഇങ്ങനെ കണ്ടായിരുന്നു, അപ്പൊ അത് പറഞ്ഞു. അപ്പൊ എല്ലാ ഹോസ്പിറ്റലുകളിലും എന്ത് ചെയ്യാം, ഹോസ്പിറ്റൽ ഡേ ഒക്കെ ആചരിക്കാം.
Then using mass media would be helpful to improve public relation. നമ്മൾ പറഞ്ഞതുപോലെ എന്താണ് മാസ് മീഡിയയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും അല്ലെ. അതായത് നിങ്ങൾ റേഡിയോയിലും അല്ലെങ്കിൽ ടിവിയിലൊക്കെ ഓരോ ഹോസ്പിറ്റൽസിന്റെ പരസ്യങ്ങൾ കാണാറില്ലേ. പിന്നെ പത്രത്തിലൊക്കെ ഒരു പേജ് ചിലപ്പോ ഒരു പേജ് ഫുൾ ആ ഒരു ഹോസ്പിറ്റലൊക്കെ അഡ്വർടൈസ് ആയിരിക്കും ഇല്ലേ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ന്യൂസ് പേപ്പറൊക്കെ വായിക്കാറുണ്ടോ? നമുക്കത് പതിവില്ലാത്ത കാര്യമായിരിക്കാം എങ്കിലും അല്ലെ. ഇപ്പോ ഇനോഗ്രേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഇങ്ങനെ നമുക്ക് കാണാറുണ്ട് അല്ലെ. ഓക്കെ, അപ്പോ എന്താണ് വീഡിയോസ് വഴിയൊക്കെ ഇങ്ങനെ അവിടുത്തെ ഫെസിലിറ്റീസും സർവീസസിനെ കുറിച്ചിട്ടൊക്കെ ഒരു അഡ്വർടൈസ്മെന്റുകളും മറ്റും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതെല്ലാം കുറച്ചും കൂടി പബ്ലിക്കിന്റെ ഒരു നേടിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ്. ദെൻ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ആണ് ഈ ബോക്സിൽ പറയുന്നത്. നമുക്ക് ഇത്രയും മതിയല്ലോ. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് ഒന്ന് വായിച്ച് നോക്കിക്കോളൂ കേട്ടോ. നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ മതിയോ? എന്താണ് അഭിപ്രായം? കുറച്ച് ജനറൽ ആയിട്ടുള്ള ടോപ്പിക് ആയതിന്റെ പേരില് കുറച്ച് ബോറിംഗ് തോന്നിയേക്കാം. ബോറിംഗ് ഉണ്ടോ? ബോറടിച്ചോ നിങ്ങൾക്ക്? ഒരു റെസ്പോൺസും ഇല്ലല്ലോ. ഓക്കെ, ഇല്ല. ദെൻ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് വായിച്ച് നോക്കിക്കോളൂ. അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് വായിച്ചു നോക്കാം. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് വായിക്കാം കേട്ടോ. കുറേ ദിവസം ക്ലാസ്സിന്റെ ഒരു റിലേ പോയോ? കണ്ടിന്യൂഷൻ പോയി അല്ലേ? കുറച്ച് ദിവസം അവധി കിട്ടിയപ്പോ, അവധിയല്ലല്ലോ, സ്റ്റഡി ലീവ് അല്ലേ, പഠിച്ചില്ലേപ്പോ? കുറച്ച് പോയി. ക്ലാസ്സിന്റെ ഒരു റിലേ വിട്ട് പോയിട്ടുണ്ടല്ലോ. കുഴപ്പമില്ല, നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, വീണ്ടും തിരിച്ച് പഴയ ട്രാക്കിലോട്ട് തന്നെ പോരാ. റിലേ പോയിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. കൂടുതൽ ഇനി പഠിക്കാനുണ്ട്. പുതിയ പോർഷൻസ് ആണ്. ജനറൽ ടോപ്പിക്കുകൾ ഒത്തിരി വരുന്നുണ്ട്. വീണ്ടും ട്രാക്കിലേക്ക് വരിക. ഓക്കെ, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് വായിച്ചു നോക്കിക്കോളൂ. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിൽ വരുന്ന കാര്യങ്ങളാണ് നെക്സ്റ്റ് ഇനി പറയാൻ പോകുന്നത്. അടുത്ത ഭാഗത്തിൽ വരുന്നത് ഇനി എളുപ്പമാണ് കേട്ടോ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പറഞ്ഞ് ജസ്റ്റ് വായിച്ചു പോകാനുള്ളൂ. സ്റ്റാർട്ടിങ് മാത്രം ഇച്ചിരി നമുക്കെല്ലാം ചില ചാപ്റ്റേഴ്സ് അങ്ങനെയല്ലേ, സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു പ്രോബ്ലം ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഓക്കെ ആയിരിക്കും വീണ്ടും. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചെല്ലാവരും?
ഓക്കെ ഫിനിഷ് ചെയ്തോ വായിച്ചോ ഉറങ്ങിയാണോ ഇനി നിങ്ങള് വായിച്ചു മാം. ഓക്കെ ഇപ്പൊ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് വരെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിലാണ് അടുത്തത് എടുക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു ഇച്ചിരി ലെങ്തിയാണ്, കുഴപ്പമില്ല. പക്ഷെ ഇനി അങ്ങോട്ട് എളുപ്പമാണ് കേട്ടോ. നമുക്ക് ആദ്യത്തെ ആ ഒരു ട്രാക്കിലോട്ട് കിട്ടാനൊരു ബുദ്ധിമുട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ ഓക്കെയാണ്. എന്ത് തോന്നി? ബോറാണോ? ചാപ്റ്റർ ബോറായിട്ട് തോന്നിയോ? ഇപ്പൊ കുറച്ച് നമ്മള് എന്തായാലും ബേസിക് ഒക്കെ പഠിച്ചു കഴിഞ്ഞില്ലേ? ഫസ്റ്റ് ഇയർ സെക്കൻഡ് മൊഡ്യൂളിൽ ഓൾറെഡി ഉള്ള എല്ലാ ബേസിക് കാര്യങ്ങളും നമ്മൾ പഠിച്ചു ഹോസ്പിറ്റലിന്റെ. പിന്നെ കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ കണ്ടിന്യൂഷൻ കുറച്ച് എടുത്തു. അതിന്റെ ഇടയിൽ കുറച്ച് ക്ലാസ് ടൈം നെറ്റിന്റെ ഇഷ്യൂ വന്നു എങ്കിലും ഒരുവിധം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എടുത്താലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എടുക്കാത്തത്. ഓക്കെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ദെൻ എക്സാമിന്റെ മാർക്കൊക്കെ എങ്ങനെ ഉണ്ടാവും? എല്ലാവർക്കും നല്ല മാർക്കൊക്കെ പ്രതീക്ഷിക്കാം അല്ലെ? നല്ല മാർക്കൊക്കെ പ്രതീക്ഷിക്കാമല്ലോ എല്ലാവർക്കും? ആണോ? റെസ്പോൺസ് ഒന്നും ഇയാളോ എന്ന് ചോദിച്ചപ്പോ റിസൾട്ട് എന്തായാലും ഒരു 2 വീക്സിനുള്ളിൽ ഇടും കേട്ടോ. ഈ ആഴ്ച തന്നെ അല്ലെങ്കിൽ നെക്സ്റ്റ് അടുത്ത വീക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ എല്ലാവർക്കും നല്ല മാർക്കൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഓക്കെ താങ്ക് യു ഓൾ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എന്റെ കണ്ടിന്യൂഷൻ എടുക്കാം. ഇപ്പോ വേറെ ക്ലാസ് ഒന്നും ഉണ്ടായിട്ടില്ല. സാറിന്റെ ക്ലാസ്സും കൂടിയാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ച് ടൈം കൂടി എടുത്തത്. ഓക്കെ ഓക്കെ താങ്ക് യു ഓൾ. ഓക്കെ മാം, താങ്ക് യു. Thank you, Miss. താങ്ക് യു മിസ്.